ഹലോ ഫ്രണ്ട്സ്, ക്രിയേച്ചർ എൻക്ലേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഭൂമിയിൽ 450 ദശലക്ഷം വർഷമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ശരിക്കും ജീവിച്ചിരിക്കുന്ന ഫോസിൽ എന്ന് വിളിക്കാവുന്ന ഒരു വിചിത്ര ജീവിയെയാണ്. ഹോഴ്സ്ഷൂ ക്രാബ്. പേര് കേൾക്കുമ്പോൾ ഒരു സാധാരണ സീ ക്രാബ് എന്ന് തോന്നുമെങ്കിലും ഇവ ഒരിക്കലും യഥാർത്ഥത്തിൽ ക്രാബുകളല്ല. ഇവ സ്പൈഡേഴ്സ്, സ്കോർപിയൻസ് പോലുള്ള അറാക്കിഡ്സിനോട് അടുത്ത ബന്ധമുള്ള ജീവികളാണ്. ഇവയെ കണ്ടാൽ തന്നെ പ്രാചീന കാലത്ത് നിന്നെത്തിയ ഒരു ഏലിയനെ പോലെ തോന്നും. ഇവയുടെ പുറം ചട്ടയിൽ കുതിരയുടെ കുളമ്പ് പോലെയുള്ള വളവുള്ള കവചം കാണാം. ഇവയുടെ ശരീരം 3 പ്രധാന ഭാഗങ്ങളായാണ് ഉള്ളത്. തലയും ശരീരവും ഒന്നിച്ച ഭാഗം പ്രസോമ എന്നും, പിന്നിലെ ഭാഗം ഒപിസ്തോസോമ എന്നും, വാല് പോലുള്ള നീളമുള്ള മൂർച്ചയുള്ള ഭാഗം ടെൽസൺ എന്നും അറിയപ്പെടുന്നു. പലരും കരുതുന്നത് ടെൽസൺ വിഷമുള്ള ഡേഞ്ചറസ് വെപ്പൺ ആണെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവ ഡിഫൻസിനായി ഉള്ളതല്ല. മറിച്ച് ഇവ മറിഞ്ഞു വീണാൽ തിരിച്ചു എഴുന്നേൽക്കാനായി ബാലൻസ് നിലനിർത്താൻ വേണ്ടിയുള്ളതാണ്. ഇവയ്ക്ക് 2 വലിയ കോമ്പൗണ്ട് ഐസ് ഉണ്ട്. കൂടാതെ ചെറിയ സിമ്പിൾ ഐസ് കൂടിയുണ്ട്. തലയുടെ മുകളിൽ, പുറം കവചത്തിനുമേൽ, വാലിനടുത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലായി വിതറിയ രീതിയിൽ 10 കണ്ണുകളോളം ഇവയ്ക്കുണ്ട്. കോമ്പൗണ്ട് ഐസ് കൊണ്ട് ചുറ്റുപാടുകൾ തിരിച്ചറിയുവാനും, സിമ്പിൾ ഐസ് മുഖ്യമായി പ്രകാശം, ഇരുട്ട്, ചന്ദ്രപ്രകാശം എന്നിവ തിരിച്ചറിയാനുമാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും കണ്ണുകൾ ഉണ്ടായിട്ടും ഇവയുടെ വിഷൻ അത്ര ഷാർപ്പല്ല. പക്ഷേ മേറ്റിംഗ് സീസണിൽ ചന്ദ്രപ്രകാശത്തെ ആശ്രയിച്ചാണ് ഇവ കടൽ തീരത്ത് എത്തുന്നത്. ഇവയുടെ രക്തത്തിന് നീല നിറമാണ്. ഇതാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇവയുടെ രക്തത്തിൽ കോപ്പർ അടങ്ങിയ ഹീമോസയാനിൻ ആണ് ഓക്സിജൻ വഹിക്കുന്നത്. ഇവയ്ക്ക് മനുഷ്യരക്തത്തിലെ പോലെ അയൺ ഇല്ല. ഇനി എന്തുകൊണ്ടാണ് ഇവയെ ജീവിച്ചിരിക്കുന്ന ഫോസിൽ എന്ന് വിളിക്കുന്നത് എന്നറിയാമോ? ഇവ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവികളിൽ ഏറ്റവും പഴയ ഗ്രൂപ്പുകളിലൊന്നാണ്. $450 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഡൈനോസറുകൾ വരെ മുൻപേ തന്നെ ഇവ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്ന് ഫോസിൽ റെക്കോർഡ്സ് തെളിയിക്കുന്നു. അത്ഭുതകരമായി ഇവയുടെ രൂപത്തിലും ശരീരഘടനയിലും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇവയ്ക്ക് ട്രൈലോബൈറ്റ്സ് പോലുള്ള എക്സ്റ്റിങ്ക്റ്റ് ജീവികളോട് സാമ്യമുണ്ട്. ഇന്നത്തെ ഹോഴ്സ്ഷൂ ക്രാബിനെ പ്രീ ഹിസ്റ്റോറിക് കാലത്തെ ഫോസിൽ സ്പെസിമെൻസുമായി താരതമ്യം ചെയ്താൽ ഭൂരിഭാഗം ഫീച്ചേഴ്സും അതേപടി തന്നെയാണ്. അതായത് ഇവയ്ക്ക് ഇവല്യൂഷനിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അതിനാലാണ് ഹോഴ്സ്ഷൂ ക്രാബിനെ ശാസ്ത്രജ്ഞർ ജീവിച്ചിരിക്കുന്ന ഫോസിൽ എന്ന് വിളിക്കുന്നത്. ഹോഴ്സ്ഷൂ ക്രാബ് സാധാരണയായി ഷാലോ കോസ്റ്റൽ വാട്ടറിലാണ് ജീവിക്കുന്നത്. മണലോ ചളിയോ ഉള്ള കടൽ തീരങ്ങളിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത്. ഇവ പകൽ സമയങ്ങളിൽ മണലിനുള്ളിൽ മറഞ്ഞിരിക്കും. രാത്രി സമയത്ത് സജീവരാകും. ഇവയ്ക്ക് സ്വിമ്മിംഗ് കഴിവുണ്ടെങ്കിലും
സാധാരണയായി ക്രൗളിംഗ് ചെയ്ത് മുന്നോട്ടു പോകുന്നതാണ് കൂടുതലായി കണ്ടുവരുന്നത്. ഇവയുടെ കാലുകൾക്ക് ജോയിന്റുകളുണ്ട്. അതിൻ്റെ സഹായത്തോടെ മണലിൽ ക്രൗൾ ചെയ്ത് ഭക്ഷണം തേടുകയാണ് പതിവ്. സ്വിമ്മിംഗ് ചെയ്യുമ്പോൾ ഇവ തല കീഴായി നീന്തും. അത് വളരെ സ്ട്രേഞ്ചായി തോന്നും. ഇവയുടെ പ്രധാന ഭക്ഷണം വോംസ്, മോളക്സ്, ചെറിയ ക്രസ്റ്റസേൻസ്, അല്ലഗേ എന്നിവയാണ്. ഇവ ഭക്ഷണം നേരിട്ട് വായിലിടുന്നില്ല. വായിനോട് ചേർന്നിരിക്കുന്ന കാലുകൾ കൊണ്ട് ക്രഷ് ചെയ്ത് ഭക്ഷണം തൊണ്ടയിലേക്ക് നയിക്കുന്നു. അതായത് ഇവയുടെ മൗത്തിൻ്റെ ചുറ്റുമുള്ള കാലുകൾ തന്നെയാണ് പ്രധാന ഭക്ഷണോപകരണങ്ങൾ. ഹോഴ്സ് ക്രാബിൻ്റെ ബ്രീഡിംഗ് സീസൺ ഏറ്റവും അത്ഭുതകരമാണ്. സാധാരണയായി വസന്തകാലത്തും വേനൽക്കാലത്തും ഹൈ ടൈഡ് സമയം, അതായത് കടലിലെ വെള്ളം തീരത്തേക്ക് ഏറ്റവും ഉയർന്നു വരുന്ന സമയത്തുമാണ് ആയിരക്കണക്കിന് ക്രാബ്സ് കടൽ തീരത്ത് വരുന്നത്. മെയിൽ ക്രാബ്സ് ഫീമെയിൽ ക്രാബ്സിനെ ക്ലിങ് ചെയ്ത് കോസ്റ്റിലേക്ക് എത്തിക്കും. ഫീമെയിൽ ക്രാബ്സ് ഒരിക്കൽ 60,000 മുട്ടകൾ വരെ മണലിനുള്ളിൽ ഇടും. മെയിൽ പുറത്തുനിന്ന് ഫെർട്ടിലൈസ് ചെയ്യും. ചെറിയ ഹാച്ച്ലിങ്സ് പിന്നീട് കടലിലേക്ക് തിരിച്ചു പോകും. ഇവയുടെ മുട്ടകൾ റെഡ് നോട്ട് പോലുള്ള മൈഗ്രേറ്റിംഗ് ബേർഡ്സിന് അത്യാവശ്യമായ ആഹാരമാണ്. ആയിരക്കണക്കിന് പക്ഷികൾ മൈഗ്രേഷൻ സമയത്ത് ഇവയുടെ മുട്ടകളിൽ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോഴ്സ് ഷൂ ക്രാബ്സ് ഇക്കോസിസ്റ്റത്തിൽ ഒരു കീ സ്റ്റോൺ സ്പീഷീസ് ആണ്. മനുഷ്യരുടെ വൈദ്യശാസ്ത്ര രംഗത്ത് ഹോഴ്സ് ഷൂ ക്രാബിന് വളരെ വലിയ പങ്കാണുള്ളത്. ഇവയുടെ രക്തത്തിലുള്ള ലിമുലസ് അമീബോയിഡെ ലിസ്റ്റാറ്റ് എന്ന പദാർത്ഥം വാക്സിൻസ്, ഇഞ്ചക്ഷൻസ്, IV ഫ്ലൂയിഡ്സ് പോലുള്ള മരുന്നുകളിൽ ഡേഞ്ചറസ് ബാക്ടീരിയ ടോക്സിൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു. നമ്മുടെ മെഡിസിൻ്റെ സേഫ്റ്റി ഉറപ്പാക്കുന്നതിന് പോലും ഇവയുടെ പങ്ക് അത്യാവശ്യമാണ്. അതിനാൽ തന്നെ 1 ലിറ്റർ ഹോഴ്സ് ഷൂ ക്രാബിൻ്റെ രക്തത്തിന് യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് രൂപ വിലയുണ്ട്. ഇതേ കാരണത്താൽ തന്നെ ഇവയെ മനുഷ്യർ അധികമായി പിടികൂടുന്നു. അതിനാൽ തന്നെ ലോകത്ത് ഇവയുടെ പോപ്പുലേഷൻ കുറഞ്ഞു വരികയാണ്. അമേരിക്കയിലെ ഹോഴ്സ് ഷൂ ക്രാബുകൾക്ക് IUCN റെഡ് ലിസ്റ്റ് പ്രകാരം വൾനറബിൾ സ്ഥിതിയാണ്. ഏഷ്യയിലെ ചില സ്പീഷീസുകൾ, പ്രത്യേകിച്ച് ട്രാക്കിപോളോ ടൈഡൻറ്റൻസ് ആൻഡ് കാസിനോസ്കോപ്പിയസ് റോഡോണ്ടിക്കൗഡ ഇതിനകം തന്നെ എൻഡാഞ്ചേർഡായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാബിറ്ററ്റ് നഷ്ടമാവൽ, മരുന്നുകൾക്കായി ഇവയെ കൂടുതലായി ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാരണങ്ങളാൽ ഇവയുടെ ജനസംഖ്യ കുറഞ്ഞു വരുന്നു. ഇന്ത്യയിൽ കാണപ്പെടുന്ന 2 സ്പീഷീസുകളായ റോട്ടോഡിക്കൗഡ ആൻഡ് ടെക്കിപ്ലിയസ് ഗിഗാസ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 4 വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ഇവയെ പിടിക്കുക, കൊല്ലുക, വ്യാപാരം നടത്തുക എന്നിവയെല്ലാം നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും കൺസർവേഷൻ പ്രോജക്ട്സ്, കാപ്റ്റീവ് ബ്രീഡിംഗ്, കൂടാതെ സിന്തറ്റിക് ആൾട്ടർനേറ്റീവ് ടു ക്രാബ് ബ്ലഡ് തുടങ്ങിയവ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഹോഴ്സ് ഷൂ ക്രാബ്സിൻ്റെ പോപ്പുലേഷൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. അതായത് ഹോഴ്സ് ഷൂ ക്രാബ് ഒരു സാധാരണ കടൽ ജീവിയല്ല. ജീവിച്ചിരിക്കുന്ന ഫോസിൽ, നീലരക്തമുള്ള ജീവൻ,
ഇക്കോസിസ്റ്റത്തിലും മനുഷ്യർക്കും ഒരുപോലെ അനിവാര്യമായൊരു സ്പീഷീസ്. അവരെക്കുറിച്ച് അറിയുന്നത് നമുക്ക് പ്രകൃതിയുടെ അത്ഭുതങ്ങളും ജീവികളുടെ വിലയും മനസ്സിലാക്കാൻ സഹായിക്കും. നേച്ചറിനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ സംരക്ഷിക്കാൻ പഠിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള എക്സോട്ടിക് ആനിമൽസിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ക്രിയേച്ചർ എൻക്ലേവ് എന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ.